ഗൈസ് നീണ്ട 5 വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലെത്തിയിരിക്കുകയാണ്. പപ്പയ്ക്കും അമ്മയ്ക്കും സർപ്രൈസ് കൊടുക്കാൻ. എന്റെ പപ്പ എന്നെ കണ്ട ഗൈസ് തലകുത്തി മറിഞ്ഞ് ഓടി വന്ന് മുത്ത തന്ന് കെട്ടിപ്പിടിക്കും ഗൈസ്. അപ്പൊ എന്റെ പപ്പ സർപ്രൈസ് ആവുന്നത് നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം ഗൈസ്. ദാറ്റ് വാസ് എ പ്യൂർ ഇമോഷൻ ആയിരിക്കും. നിങ്ങൾ കണ്ടോ? ചേട്ടൻ ആരാട്ടാ? എന്റെ പപ്പ എവിടെ? ഇവിടെ പപ്പയ്ക്ക് ഇപ്പൊന്നുമില്ല, ഇതെന്റെ വീടാണ്. അപ്പൊ ഞാൻ സർപ്രൈസ് കൊടുക്കാൻ നിന്റെ പപ്പയും മമ്മി എവിടെ? എന്തായാലും ടീഷർട്ട് വേസ്റ്റ് ആയില്ല, നീ സർപ്രൈസ് ആയി. നിന്റെ പപ്പ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതിന് മുന്നേ എന്നെ ഒരു മാമനായിട്ട് കണ്ടിട്ട് കുപ്പി ഒന്നൂടെ ഓടോ. അല്ല നീ ഇത് എവിടുന്ന് കുറ്റിയും പറിച്ച് വന്ന്? സർപ്രൈസ്, നിനക്ക് സർപ്രൈസ്, എന്റെ വീട്ടുകാർക്ക് സർപ്രൈസ്, നാട്ടുകാർക്ക് എല്ലാവർക്കും ഞാൻ നീണ്ട 5 വർഷത്തിന് ശേഷം സർപ്രൈസ് കൊടുക്കും. നീ എന്തായാലും വന്ന സമയം കൊള്ളാം, പക്ഷെ ഇവിടെ ആരുമില്ല നിന്റെ വരവ് കണ്ട് സർപ്രൈസ് ആവാൻ. ഞാൻ എല്ലാവരുടെ റിയാക്ഷൻ സർപ്രൈസ് റിയാക്ഷൻ റീലാക്കി ഇടാൻ വേണ്ടിട്ട് വന്നേണ്ടാ. ഞാൻ ഒരു ഐഡിയ പറയാം, നീ ഫോൺ എടുത്താണ്. അല ഇതെല്ലാം കൂടെ വെച്ച് നീ ഒരു റീൽ ഇട്ടോട്. 10M ഷുവർ. ഇത് മാന്യന്മാരുള്ള ഏരിയയാണ്, ഇവിടെ ബഹളം വെക്കാൻ പറ്റൂല. എടാ നാളെ തൊട്ട് നിനക്ക് പുറത്തോട്ടൊക്കെ പോണെങ്കിൽ എന്നെ വിളി. അതെന്ത്? ഇപ്പൊ ഈ ഗൾഫിൽ നിന്ന് സുഹൃത്തുക്കൾ വരുമ്പോഴേ കൂടെ നടക്കുന്ന ഒരാളില്ലേ, അത് ഞാനാണ്. എന്തായാലും കുഴപ്പമില്ല, നിനക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തുതരാം. ഞാൻ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്പ്രേ, 2 ബോട്ടിൽ കുപ്പി, പിന്നെ മിഠായി. സാധനം ആവി അതിന്റെ അകത്ത് കൊണ്ടുവന്ന ഈ വീട്ടിലെ കിളവൻ വല്ല എടുത്തോണ്ട് പ്രശ്നം. മാമ എന്റെ പെട്ടിന് സാധനം കാണുന്നില്ല. എന്തായാലും എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാമെന്ന് നീ സർപ്രൈസ് അല്ല. ഇനി ഒരു സർപ്രൈസ് കൂടെ ഞാൻ പറയാം. എടാ 2 വർഷം മുന്നേ നിന്റെ പപ്പ ഒരു പെണ്ണേഴ്സിനകത്തായി. ഇയാളെ ഭാര്യയാണ്, അത് ഇയാൾക്ക് ഇതുവരെ അറിഞ്ഞൂടാ.